ഹലോ. നമ്മളിതാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. പിന്നെ ഇതാ ഒരു പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചിക്കി എടുക്കുക. അതിൽ അല്പം കുരുമുളക് പൊടിയും പിന്നെ ഇച്ചിരി ഉപ്പും ആവശ്യത്തിനുള്ളത് അതിട്ട് നന്നായി ചിക്കിയിട്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും നല്ല കുനുകുനാ അരിഞ്ഞത് അത് നന്നായിട്ട് ചേർത്ത് മുപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ബാക്കി പച്ചക്കറികളായ ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് എന്നിവയൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് ഇതാ നമ്മൾ ചിക്കി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, മുട്ടയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ റൈസ് വെന്തിട്ടുണ്ടായിരുന്നു. റൈസ് ഇതിലേക്ക് മെല്ലെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ബാക്കി മുകളിൽ കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കുരുമുളക് പൊടി നന്നായിട്ട് വിതറി കൊടുക്കുക. കുരുമുളക് പൊടി നന്നായിട്ട് വിതറിയതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ ഉപ്പ് വേണോ വേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം കേട്ടോ, എരിവും ഉപ്പൊക്കെ അനുസരിച്ച്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രൈഡ് റൈസ്. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഊണ്. ഇനി ഞാൻ എൻ്റെ ആദിക്കുട്ടന് ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ. ആദിക്കുട്ടന് ഇഷ്ടമാണ്, കൊടുത്തു നോക്കട്ടെ. അപ്പം പറഞ്ഞത് നല്ല സൂപ്പർ എന്നാണ്.